നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറും ഒരു വെറൈറ്റിക്ക് ആയിട്ട് നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം എന്നുള്ള കോമ്പിനേഷൻ പിടിച്ചാലോ. അപ്പൊ നമ്മുടെ പരിപാടിയിലേക്ക് ഒന്ന് പോയാലോ. അപ്പോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? വേറെ വലിയ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ. നമസ്കാരം, ഞാൻ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കന്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം. അതിനുശേഷം എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, പിന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതിലോട്ട് ചേർക്കാം. അതിനുശേഷം ഗരം മസാല ചേർക്കാം. ആവശ്യാനുസരണം കോൺഫ്ലോർ, എന്നിട്ട് ആവശ്യപ്രകാരം ഉപ്പും കൂടി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് എല്ലാതും ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഓരോ പീസിലും ഈ മസാല ഇരിക്കണ പോലെ നമ്മൾ തേച്ച് അതിൽ പിടിപ്പിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത ചിക്കനെ നന്നായിട്ട് ഇതിലിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ നമുക്കൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് നെയ്ച്ചോറിന്റെ പരിപാടിയിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ നെയ്ച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ജീരകശാല അരി, പിന്നെ സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, പട്ട, കരയാമ്പൂ, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മുടെ നെയ്ച്ചോറിലേക്കുള്ള സംഭവങ്ങളാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്. ആദ്യം പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരയ്ക്കും ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. അപ്പം അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ സൺഫ്ലവർ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്ത് അത് നല്ലോണം മൂപ്പിച്ച്, കിസ്മിസ് ഇങ്ങനെ ഒരു ബോൾ പോലത്തെ ഒരു ഷേപ്പിലോട്ട് വരുമ്പോൾ അതായി എന്നാണ്. അപ്പോൾ അത് നമ്മളത് വറുത്ത് കോരും. ആ ചൂടായിരിക്കുന്ന പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ആഡ് ചെയ്യാം. സബോള നന്നായിട്ട് മൊരിച്ചെടുക്കണം. അത് നമ്മുടെ റൈസിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് നന്നായി മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അത് മൂപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് അത് മാറും. സബോള വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് അടുപ്പിൽ വെള്ളം തിളപ്പിക്കാം. വെള്ളം എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ആ നേരം കൊണ്ട് നമ്മുടെ സബോള അതേ റെഡ് കളറായിട്ട് വരുന്നുണ്ട്. അതൊരു കുറച്ചും കൂടി ഒരു ഷെയ്ഡ് മാറിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇപ്പം അതിൻ്റെ അപ്പം നമ്മൾ കുറച്ച് ഒരു അളവിന് പഞ്ചസാര അതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം പോട്ടിലോട്ട് ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ പട്ട, കരയാമ്പൂ, ഏലക്ക തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഒന്ന് ചെറുതാക്കി വെക്കാൻ നേരത്ത് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. അതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ സബോള അങ്ങനെ റെഡ് കളർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ വാല വെച്ചിട്ടുള്ള അരി ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി നല്ലപോലെ ഒന്ന് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഈ അരിയിലോട്ട് ഒഴിച്ച് നന്നായി ഇളക്കി മൂടി വയ്ക്കുക. അടുത്തത് നമ്മൾ ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കടായിലോട്ട് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം.
ചിക്കൻ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് നല്ലോണം എണ്ണ വാല് വെച്ചിട്ട് കോരിയെടുക്കാം. അതിനുശേഷം അടുപ്പിൽ നമ്മളൊരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിക്കാം. ആ ചൂടായ എണ്ണയിലേക്ക് വറ്റൽമുളക്, വേപ്പില നന്നായി ഒന്ന് മൊരിയിച്ച് വറുത്ത് കോരി എടുക്കാം. ആ എണ്ണയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിലോട്ട് ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കാം. അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗരം മസാല ഇടാം. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള വറ്റൽമുളക്, അണ്ടിപ്പരിപ്പ്, വേപ്പില എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിച്ച നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി. നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ഉണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സൈഡിലേക്ക് ഒരു സാലഡ് കൂടി ഉണ്ടാക്കാം. അപ്പൊ എളുപ്പത്തിൽ പാകം ചെയ്യാവുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പാകം ചെയ്യാവുന്ന അങ്ങനെ പറഞ്ഞോ. ഇനി നമ്മളൊരു സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് നന്നായി ചെറുതായി അരിഞ്ഞെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ആഡ് ചെയ്യുക. പിന്നെ നേരത്തെ വെച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് വിനാഗിരി, അതിനുശേഷം കുറച്ച് ഉപ്പ് എല്ലാം ഇട്ടിട്ടൊന്ന് കൈവച്ച് ഞരടി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടം റെഡി ഉണ്ട്. അത് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടം റെഡി ഉണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. രാവിലെ വേമ്പാടാ വെച്ചിട്ടുണ്ട്. അയ്യോ കമാൺ, അടുത്തത് രാവിലെ കഴിക്കുമോനെ. മണമൊക്കെ ടേസ്റ്റ് നോക്കണം. അങ്ങനെ വിളിച്ച കൊള്ളാം.
കൊള്ളാം പേടിച്ചിട്ടല്ലോ. നന്നായില്ലേ? ക്യാമറ ഇല്ലാത്താലും അതെ. ആ സ്റ്റൈലൊക്കെ ഇട്ടിട്ട് ആക്രമണം പിടിച്ചിട്ട് അരിയൊന്നും ഒട്ടിയിട്ടില്ല. ചിക്കൻ നന്നായിട്ട് വെന്തുണ്ട്, നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. വിശപ്പുണ്ടാണെന്നറിയില്ല. അത് വേറെ വിശപ്പ് വേറെ ഉണ്ട്. കാൽപ്പണി ഞങ്ങൾക്ക് ഉണ്ടാക്കിയറിയില്ല. പറ്റുന്നില്ല, തീരെ സഹിക്കുന്നുണ്ട്. സാലഡ് സൂപ്പറായിട്ട് സൂപ്പറാണ്, പൊരിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് അടിപൊളിയുണ്ട്, പൊളിച്ചു. രാഹുൽ അത് പറഞ്ഞു, ഇനി അതിൽ വേറൊരു ഒപ്പീനിയൻ ഇല്ല. അപ്പൊ അടുത്ത ഡിഷായിട്ട് നമ്മള് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.